വിഷ്ണുമായ ചാത്തൻ സ്വാമിയും ജലന്ധരാസുരനുമായുള്ള യുദ്ധത്തെക്കുറിച്ച് അറിയണ്ടേ? ശിവപാർവതിമാരുടെ പുത്രനും കൂളിമാങ്ങിയുടെ വളർത്തുപുത്രനുമായ വിഷ്ണുമായ ചാത്തൻ സ്വാമി നാരദ മഹർഷിയുടെ നിർദ്ദേശാനുസരണം കൈലാസത്തിലെത്തുകയും മാതാപിതാക്കളെ ദർശിക്കുകയും ചെയ്തു. സന്തുഷ്ടരായ ശിവപാർവതിമാർ പൊന്മകൻ ആയുധവിദ്യയും ആയുധങ്ങളും കൂടാതെ ജലന്ധരാസുരനെ വധിക്കാനുള്ള രഹസ്യവിദ്യകളും ഉപദേശിച്ചു കൊടുത്തു. 3 ലോകവും കീഴടക്കി ഭരിച്ചിരുന്ന ജലന്ധരാസുരൻ ദേവന്മാരെയും മഹർഷിമാരെയും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ദേവന്മാരുടെ അപേക്ഷപ്രകാരം വിഷ്ണുമായ ചാത്തൻ സ്വാമി ജലന്ധരാസുരനെ പോരിന് വിളിക്കുകയും അവർ പരസ്പര യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വിഷ്ണുമായ ചാത്തൻ സ്വാമി യുദ്ധത്തിനിടയിൽ സുദർശന ചക്രത്തിന്റെ രൂപം ധരിച്ച് ഭയം നോടിയ ജലന്ധരാസുരനെ പിന്തുടർന്നു. ജലന്ധരാസുരൻ 3 ലോകത്തിലും രക്ഷയില്ലാതെ വന്നതിനാൽ സമുദ്രത്തിൽ ഒളിക്കുകയും പിന്നാലെ എത്തിയ സുദർശന ചക്രത്തിന്റെ ചൂടിൽ സമുദ്രജലം തിളക്കിയാൽ സമുദ്രത്തിൽ നിന്ന് പുറത്തു ചാടുകയും ചെയ്തു. പുറത്തു ചാടിയ ജലന്ധരാസുരൻ വിഷ്ണുമായ ചാത്തൻ സ്വാമിയാൽ വധിക്കപ്പെടുകയും ദേവന്മാർ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ദേവലോകത്ത് വസിക്കാൻ ദേവന്മാർ അപേക്ഷിച്ചെങ്കിലും ഭൂമിയിലെത്തി സാധുജന പരിപാലനം നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ ചാത്തൻ സ്വാമി ഭൂമിയിലേക്ക് മടങ്ങി. വിഷ്ണുമായ ചാത്തൻ സ്വാമി ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.